ഹലോ, പേപ്പർ ഉപയോഗിച്ചുള്ള സെഷനിലേക്ക് സ്വാഗതം. ഈ സെഷന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഈ സെഷന്റെ അവസാനം നിങ്ങൾക്കിവ ചെയ്യാൻ സാധിക്കും. പേപ്പറിൽ പരിശീലിക്കുന്നതിന്റെ ഇമ്പോർട്ടൻസും പ്രൊസീജറും വിശദീകരിക്കാനും, മെഷീനിൽ ത്രെഡിംഗ് ചെയ്യുക, ബോബിൻ വൈൻഡ് ചെയ്യുക, ലോഡ് ചെയ്യുക എന്നിവയെക്കുറിച്ച് വിശദീകരിക്കാനും, സിംഗിൾ നീഡിൽ ലോക്ക് സ്റ്റിച്ച് മെഷീനിൽ സ്വിച്ചിംഗ് പരിശീലിക്കാനും, പേപ്പറുകളിൽ പരിശീലിക്കുന്നതിന് ആവശ്യമായ ടൂളുകളും മെറ്റീരിയലുകളും, സിംഗിൾ നീഡിൽ ലോക്ക് സ്റ്റിച്ച് മെഷീൻ, ബോബിനും അതിന്റെ കേസും, നീഡിൽ, ത്രെഡ്, A4 ഷീറ്റ്, മെഷറിംഗ് ടേപ്പ്, സ്കെയിൽ, പെൻസിൽ. ഇനി പേപ്പറിൽ പ്രാക്ടീസ് ചെയ്യുന്നതിനുള്ള ജനറൽ പ്രൊസീജറുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒരു പേപ്പർ എടുത്ത് പരസ്പരം 1 സെന്റിമീറ്റർ അകലത്തിൽ വരകൾ വരയ്ക്കുക. മെഷീൻ സ്റ്റാർട്ട് ചെയ്ത് പ്രസ്സർ ഫുട്ട് ലിഫ്റ്റർ ഉയർത്തി പേപ്പർ അതിനടിയിൽ വയ്ക്കുക. പേപ്പറിൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ സ്വീവിംഗ് മെഷീനിൽ ത്രെഡിംഗ് ചെയ്യരുതെന്ന് ഓർക്കുക. 2 കൈകളും പേപ്പറിൽ വെക്കുക. തുടർന്ന് പ്രസ്സർ ഫുട്ട് താഴ്ത്തി ശ്രദ്ധാപൂർവം പതുക്കെ പെഡൽ ചെയ്യുക. നീഡിലിന്റെയും പേപ്പറിന്റെയും മൂവ്മെന്റും മെഷീനിന്റെ സ്പീഡും നിരീക്ഷിക്കുക. നിങ്ങൾ എല്ലാ ലൈനിലും സ്വീവിംഗ് പൂർത്തിയാക്കുന്നതുവരെ ഈ പ്രോസസ് ആവർത്തിക്കുക. ആംഗിൾ കർവുകൾ സ്റ്റിച്ച് ചെയ്യുന്നതിനായി നീഡിൽ പേപ്പറിനകത്തേക്ക് കൊണ്ടുവരാൻ പ്രഷർ ഫുട്ട് താഴ്ത്തി ഹോറിസോണ്ടൽ ലൈനിൽ സ്റ്റിച്ച് ചെയ്യുക. വെർട്ടിക്കൽ ആയിട്ടുള്ള കർവ്ഡ് എഡ്ജുകളിൽ സ്റ്റിച്ച് ചെയ്യുന്നതിന് പ്രാക്ടീസ് ചെയ്യുകയും ടൈം ലൈനിൽ നിർത്തി പേപ്പർ തിരിക്കുകയും ചെയ്യുക. ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ ക്ലോത്തുകൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മിസ്റ്റേക്കുകളും ഇറഗുലർ സ്റ്റിച്ചിങ്ങുകളും തടയാം. മെഷീനിൽ അപ്പർ ത്രെഡ് ത്രെഡിംഗ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. അപ്പർ ത്രെഡ് ത്രെഡിംഗ് ചെയ്യുന്നതിന് മുമ്പ് ത്രെഡ് ടേക്കപ്പ് ലിവർ ഉയർത്തുക. ഇത് ത്രെഡിംഗ് എളുപ്പമാക്കുകയും സ്റ്റിച്ചിംഗ് ചെയ്യുമ്പോൾ ത്രെഡ് പുറത്തു വരുന്നത് തടയുകയും ചെയ്യും. അതിൽ പറഞ്ഞിരിക്കുന്ന പോയിന്റുകൾക്കനുസരിച്ച് മെഷീൻ ത്രെഡ് ചെയ്യുക. അടുത്തതായി ബോബിനിലേക്ക് ലോവർ ത്രെഡ് വൈൻഡ് ചെയ്യുന്നതിനുള്ള പ്രൊസീജറിനെ കുറിച്ച് നമുക്ക് നോക്കാം. ആദ്യം പവർ സ്വിച്ച് ഓണാക്കുക. ബോബിൻ വൈൻഡർ ഷാഫ്റ്റിലേക്ക് ബോബിൻ വയ്ക്കുക. ബോബിൻ പ്രഷർ ആം പോകുന്നിടത്തോളം താഴേക്ക് തള്ളുക. ആരോ സൂചിപ്പിക്കുന്ന ഡയറക്ഷനിൽ ബോബിനിന് ചുറ്റും ത്രെഡ് നിരവധി തവണ വൈൻഡ് ചെയ്യുക. ത്രെഡിൽ അമർത്തുക. ലോവർ ത്രെഡ് വൈൻഡിംഗ് അതിനുശേഷം ആരംഭിക്കും. ലോവർ ത്രെഡിന്റെ വൈൻഡിംഗ് പൂർത്തിയാക്കി ബോബിൻ റിമൂവ് ചെയ്ത് ത്രെഡ് ട്രിം ചെയ്യുക. സ്ക്രൂ ലൂസ് ചെയ്യുക. ത്രെഡ് തുല്യമായി വൈൻഡ് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ ബോബിൻ വൈൻഡർ ഗൈഡ് ഇടത്തോട്ടോ വലത്തോട്ടോ നീക്കുക. ബോട്ടമിൽ കൂടുതൽ ത്രെഡ് വൈൻഡ് ചെയ്യാനായി അഡ്ജസ്റ്റിംഗ് സ്ക്രൂ ടൈറ്റ് ചെയ്യുക. ബോബിനിലെ ത്രെഡിന്റെ വൈൻഡിങ്ങിന്റെ കപ്പാസിറ്റി പരമാവധി 80% ആയിരിക്കണം. ലോവർ ത്രെഡ് ബോബിനിലേക്ക് ത്രെഡ് ചെയ്യുക എന്നതാണ് അടുത്ത ജോലി. ആദ്യം ലോവർ ത്രെഡ് ബോബിനിലേക്ക് ത്രെഡ് ചെയ്ത ശേഷം
ബോബിൻ കേസിലേക്ക് ഇൻസേർട്ട് ചെയ്ത് വെക്കുകയും ചെയ്യുക. ത്രെഡ് വൈൻഡുകൾ റൈറ്റ് സൈഡിൽ വരുന്നതിനായി ബോബിൻ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ പിടിക്കുക. ബോബിൻ കേസിലേക്ക് ബോബിൻ ഇൻസേർട്ട് ചെയ്യുക. സ്ലോട്ടിലൂടെയും ടെൻഷൻ സ്പ്രിങ്ങിന് അടിയിലൂടെയും ത്രെഡ് കടത്തിവിടുക. ടെൻഷൻ സ്പ്രിങ്ങിന്റെ എൻഡിലുള്ള ഹോളിലൂടെ ത്രെഡ് പുറത്തെടുക്കുക. ത്രെഡ് വലിക്കുമ്പോൾ ബോബിൻ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കറങ്ങുന്നുണ്ടോ എന്ന് പരിശോധിക്കുക. റോട്ടറി ഹുക്കിലൂടെ ബോബിൻ കേസിലെ ലാച്ച് പിടിക്കുക. ഇനി നമുക്ക് പേപ്പറിൽ വ്യത്യസ്ത ആകൃതികളിലുള്ള ലൈനുകളിൽ സ്റ്റിച്ചിങ് ചെയ്യാം. ചുളിവുകൾ ഇല്ലെന്ന് ഉറപ്പാക്കിക്കൊണ്ട് A4 പേപ്പർ ഒരു സ്മൂത്ത് സർഫേസിൽ വെക്കുക. പെൻസിൽ കംഫർട്ടബിളായി പിടിക്കുകയും കൃത്യതയുള്ള ഡ്രോയിംഗ് ലഭിക്കുന്നതിനായി ഉറച്ച ഗ്രിപ്പ് ഉണ്ടെന്ന് ഉറപ്പാക്കുകയും ചെയ്യുക. A4 പേപ്പറിൽ വരയ്ക്കുന്നതിനായുള്ള പാറ്റേൺ അല്ലെങ്കിൽ ഡിസൈൻ തിരഞ്ഞെടുക്കുക. A4 പേപ്പറിൽ വരകൾ വരയ്ക്കാൻ തുടങ്ങുക. അല്ലെങ്കിൽ അത് സർക്കിൾ, സ്ക്വയർ, ട്രയാങ്കിൾ പോലുള്ള സിമ്പിൾ ഷേപ്പുകളോ അല്ലെങ്കിൽ പൂക്കൾ പോലുള്ള പാറ്റേണുകളോ അല്ലെങ്കിൽ ജോമെട്രിക് ഡിസൈനുകളോ ആകാം. A4 പേപ്പറിൽ നിങ്ങൾ തിരഞ്ഞെടുത്ത പാറ്റേണിന്റെ ഔട്ട്ലൈൻ ലഘുവായി വരച്ചുകൊണ്ട് ആരംഭിക്കുക. പ്രത്യേകിച്ചും നിങ്ങൾ ജോമെട്രിക്കൽ പാറ്റേണുകൾ വരയ്ക്കുകയാണെങ്കിൽ വരകൾ നേരെയാണെന്നും ഷേപ്പുകൾ ഒരുപോലെയാണെന്നും ഉറപ്പാക്കുക. നിങ്ങളുടെ ഡ്രോയിംഗ് പൂർത്തിയാക്കിയ ശേഷം സ്വീവിംഗ് മെഷീൻ നീഡിലിന് താഴെയായി പേപ്പർ ശരിയായി വെച്ചിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക. പേപ്പറിന്റെ എഡ്ജുകൾ സ്വീവിംഗ് മെഷീനിന്റെ സ്വീവിംഗ് പ്ലേറ്റിന്റെ എഡ്ജുകളുമായി അലൈൻ ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക. പേപ്പർ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പ്രസർ ഫുട്ടിന് താഴെയായി വരുന്ന നീഡിൽ പോയിന്റിന് താഴെ വരുന്ന പേപ്പറിൽ മാർക്ക് ചെയ്യുക. വലതു കൈകൊണ്ട് മെഷീനിന്റെ ഫ്ലൈവീൽ നിങ്ങളുടെ നേർക്കായി വലിക്കുന്നതോടൊപ്പം റീഡിൽ മൂവ് ചെയ്യാൻ ആരംഭിക്കുക. നിങ്ങളുടെ ഫുട്ട് ഉപയോഗിച്ച് റീഡിൽ മൂവ് ചെയ്യുന്നത് തുടരുക. സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് രണ്ട് കൈകൾ ഉപയോഗിച്ചും പേപ്പർ കൺട്രോൾ ചെയ്യുക. മെഷീനിന്റെ മൂവ്മെന്റിനനുസരിച്ച് ഫീഡ് ഡോഗ് പേപ്പറിനെ ഓട്ടോമാറ്റിക്കലി മുന്നോട്ടു നീക്കുന്നു. എന്നാൽ സ്റ്റിച്ചിങ്ങിന്റെ ലൈൻ നിലനിർത്താനായി നിങ്ങൾ നീഡിലിലും പ്രസർ ഫുട്ടിലും ശ്രദ്ധിക്കേണ്ടതുണ്ട്. പേപ്പറിലും നീഡിലിലും മുഴുവനായും ടെൻഷൻ നിലനിർത്തുക. മെഷീനിന്റെ ത്രെഡിൽ വീലിൽ നിങ്ങളുടെ പേപ്പർ കുടുങ്ങാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. മെഷീൻ സ്റ്റിച്ചിങ്ങിന് ഹാൻഡ് സ്റ്റിച്ചിനേക്കാൾ വേഗതയുള്ളതിനാൽ പേപ്പർ കൺട്രോൾ ചെയ്യുമ്പോൾ നീഡിലിൽ നിന്ന് നിങ്ങളുടെ വിരലുകൾ സംരക്ഷിക്കുക. ഇതേപോലെ നീഡിലും ബോബിനും ത്രെഡ് ചെയ്ത് ഫാബ്രിക്കിൽ പ്രാക്ടീസ് ചെയ്യുക. റീക്യാപ്പ്: വെർട്ടിക്കലി കർവ് ചെയ്ത് എഡ്ജുകളിൽ സ്റ്റിച്ച് ചെയ്യുന്നതും ടൈം ലൈനിൽ നിർത്തി പേപ്പർ തിരിക്കുന്നതും പരിശീലിക്കുക. ഇങ്ങനെ പരിശോധിക്കുന്നതിലൂടെ വസ്ത്രങ്ങൾ തുന്നുമ്പോൾ ഉണ്ടാകുന്ന പേപ്പറിൽ സിമ്പിൾ പാറ്റേണുകൾ ഡിസൈൻ ചെയ്യുകയും വരയ്ക്കുകയും ചെയ്തു. ഇതോടെ നമ്മൾ ഈ സെഷന്റെ അവസാനത്തിലേക്ക് എത്തിയിരിക്കുന്നു. പേപ്പറിൽ സ്റ്റിച്ചിംഗ് പ്രാക്ടീസ് ചെയ്യുന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് നല്ല ധാരണ ലഭിച്ചിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത സെഷനിൽ വീണ്ടും കാണാം. നന്ദി.